നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്യാരക്ടറൈസിങ് ഷെഡ്യൂൾസ് ബേസ്ഡ് ഓൺ സീരിയലൈസബിലിറ്റി. ഇതിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോണത് എന്താണ് സീരിയൽ ഷെഡ്യൂൾ, എന്താണ് നോൺ സീരിയൽ ഷെഡ്യൂൾ. സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഷെഡ്യൂളിലത്തെ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷം മാത്രം തൊട്ട ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് സീരിയൽ ഷെഡ്യൂൾ. അതല്ലാത്ത ഷെഡ്യൂളിനെ പറയുന്ന പേരാണ് നോൺ സീരിയൽ ഷെഡ്യൂൾ. ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ എയിൽ ട്രാൻസാക്ഷൻ T1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം, അത് റൈറ്റ് ഐറ്റം കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മളുടെ T2 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഷെഡ്യൂൾ എ എന്താണ്? സീരിയൽ ഷെഡ്യൂളാണ്. ഇനി ഷെഡ്യൂൾ ബി നോക്കുകയാണെങ്കിലോ T2 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, T2ൻ്റെ കഴിഞ്ഞ ശേഷം മാത്രമാണ് T1 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെഡ്യൂൾ ബി സീരിയലാണ്. ഇനി നിങ്ങൾ ഷെഡ്യൂൾ സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ T1 കുറച്ച് നേരം എക്സിക്യൂട്ട് ചെയ്തു, പിന്നെ T2 എക്സിക്യൂട്ട് ചെയ്തു, പിന്നെ T1 എക്സിക്യൂട്ട്, അങ്ങനെ ഒരു ഇൻ്റർലീവ്ഡ് ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് നോൺ സീരിയൽ ഷെഡ്യൂൾ. പിന്നെ ഇതിലോ T1 കുറച്ച് നേരം എക്സിക്യൂട്ട് ചെയ്തു, അത് കഴിഞ്ഞ ശേഷം T2 എക്സിക്യൂട്ട് ചെയ്തു, വീണ്ടും T1 എക്സിക്യൂട്ട് ചെയ്തു. ഇതാണ് എന്ത്? നോൺ സീരിയൽ ഷെഡ്യൂൾ. അപ്പോൾ ഇതാണ് സീരിയലും നോൺ സീരിയലും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ ഷെഡ്യൂൾ എയും ഷെഡ്യൂൾ ബിയും സീരിയലാണ്, ഷെഡ്യൂൾ സിയും ഷെഡ്യൂൾ ഡിയും നോൺ സീരിയലാണ്. നിങ്ങൾ ഈ ഓൺലൈൻ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നിങ്ങൾ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് എന്താ? നമുക്ക് കൺകറൻറ്റ് ട്രാൻസാക്ഷൻസ് ആണ്, സീരിയൽ ആയിരിക്കില്ല. എന്തുകൊണ്ടാണ്? സീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാളുടെ കഴിഞ്ഞ ശേഷം മാത്രം മറ്റാൾ ചെയ്യുക. ഇപ്പോൾ ഒരാൾ ട്രെയിനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അയാളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ് മറ്റാൾ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലാണോ? അല്ല. അപ്പോൾ ഈ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. ഇനി സീരിയൽ ഷെഡ്യൂളിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രണ്ട് ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ ഭയങ്കര വലുതാണ്, ക്വൈറ്റ് ലോങ്, വലിയൊരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ അത് കഴിയണ വരെ നമ്മൾ T2 വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ T2യുടെ ടൈം വേസ്റ്റേജ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതാണ് എന്ത്? സീരിയലിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് സീരിയൽ അത്ര പ്രാക്ടിക്കൽ അല്ലാത്തൊരു കേസാണ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കാണ് സീരിയലൈസബിൾ ഷെഡ്യൂൾ. അതായത് ഒരു ഷെഡ്യൂൾ എപ്പോഴാണ് സീരിയലൈസബിൾ ആണ് എന്ന് പറയാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഈ സെക്കൻഡ് പോയിൻ്റ്, അതിൻ്റെ ഒരു ഫോർമൽ ഡെഫിനിഷനാണ് എന്താണ് ഷെഡ്യൂൾ സീരിയലൈസബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കി നോക്കാം. ഈ ഒരു സെയിം എക്സാമ്പിളില്ലേ നിങ്ങൾ തന്നിട്ടുള്ള ഫിഗർ, ഈ ഒരു ഫിഗറിൽ നമ്മൾ ഈ ഒരു ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഇപ്പോൾ ആദ്യം ഷെഡ്യൂൾ എ, ഇതിലത്തെ ഷെഡ്യൂൾ എയിൽ നമ്മൾ കുറച്ച് ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതിൽ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 90, വൈയുടെ വാല്യൂ 90, എന്നിൻ്റെ വാല്യൂ 3, എമ്മിൻ്റെ വാല്യൂ 2. നമ്മൾ എ എടുത്തു. മുന്നത്തെ സെയിം എക്സാമ്പിൾ തന്നെയായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്, വാല്യൂ കൊടുത്തു എന്നുള്ളത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഫസ്റ്റ് റീഡ് ഐറ്റം ചെയ്യുമ്പോൾ എന്താണ്? 90 ആണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ x = x - n എന്ന് പറയുമ്പോൾ 90യിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ എന്താ? 3. 90യിൽ നിന്ന് 3 കുറച്ചപ്പോൾ 87 ആയി. പക്ഷേ ഡാറ്റാബേസിൽ അപ്ഡേഷൻ നടന്നിട്ടില്ല. ഡാറ്റാബേസിൽ ഇപ്പോഴും 90 തന്നെയാണ്. കാരണം എന്താണ്? റൈറ്റ് ഐറ്റം ചെയ്താലാണ് എക്സിൻ്റെ വാല്യൂ ഒഫീഷ്യലി നമ്മുടെ ഡാറ്റാബേസിൽ അപ്ഡേഷൻ നടക്കുള്ളൂ. അപ്പോൾ ഇവിടെ റൈറ്റ് ഐറ്റം നമ്മൾ ചെയ്തു. റൈറ്റ് ഐറ്റം ചെയ്തപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായി മാറി? 87 ആയി മാറി. ഇനി അത് കഴിഞ്ഞ ശേഷം അടുത്ത ഓപ്പറേഷൻ എന്താണ്? റീഡ് ഐറ്റം ഓഫ് y. വൈയുടെ വാല്യൂ 90 ആണ്. y = y + n ചെയ്തു. പിന്നെ റൈറ്റ് ഐറ്റം ചെയ്തപ്പോൾ വൈയുടെ വാല്യൂ 93 ആയി മാറി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ T2 നടന്നു. T2ൽ എന്താണ്? റീഡ് ഐറ്റം ഓഫ് x ആണ്. x = x + m. അപ്പോൾ റീഡ് ഐറ്റം ഓഫ് x എന്ന് പറയുമ്പോൾ x ഏത് വാല്യൂ എടുക്കുകയാണ്? ഇവിടെ ഇപ്പോൾ നമ്മുടെ ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ 87 ആയി മാറി. ഈ വാല്യൂ അല്ലേ ഇവരെടുക്കുക? കാരണം എക്സിൽ ഫസ്റ്റ് 90 ആയിരുന്നു, അത് മാറി 87 ആയി. അപ്പോൾ ആ 87 ആണ് ഇവരുടെ എടുക്കുക. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ x = x + m ചെയ്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 87 + 2 ചെയ്തപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായി? 89 ആയി മാറി. എമ്മിൻ്റെ വാല്യൂ 2 അല്ലേ? 2 ചെയ്തപ്പോൾ 89 ആയി മാറി. ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഈ ഫസ്റ്റ് ഷെഡ്യൂൾ എന്തായിരുന്നു? സീരിയൽ ഷെഡ്യൂളായിരുന്നു. സീരിയൽ ഷെഡ്യൂൾ ചെയ്തപ്പോൾ വൈയുടെ വാല്യൂ 93 കിട്ടി, എക്സിൻ്റെ വാല്യൂ 89 കിട്ടി. ഇനി നമ്മൾ അതേപോലത്തെ രണ്ടാമത്തെ ഒരു സീരിയൽ ഷെഡ്യൂളാണ് ഇത്, ബി എന്ന് പറഞ്ഞാൽ സീരിയൽ ഷെഡ്യൂൾ ചെയ്യാണ്. അത് ചെയ്തപ്പോൾ ആദ്യം ഇവിടെ എന്താ? T2 ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള. എക്സിൻ്റെ വാല്യൂ എന്താണ്? 90 ആയി. x = x + m ചെയ്തു. അത് കഴിഞ്ഞ ശേഷം റൈറ്റ് ഐറ്റം ചെയ്തപ്പോൾ എക്സിൻ്റെ വാല്യൂ 92 ആയി മാറി.
അവിടെ എക്സിൻ്റെ വാല്യൂ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ T1 തുടങ്ങി. T1 ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ 92 ആയിട്ട് മാറി അല്ലേ? ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ആ വാല്യൂന് ആരും ഇവിടെ എടുക്കുക, റീഡ് ഐറ്റം എടുക്കുക. കാരണം അപ്ഡേഷൻ നടത്തി കഴിഞ്ഞിട്ടുള്ള വാല്യൂന് അടുത്ത ആൾ എടുക്കുക. ഇവിടെ 92 എടുത്തു. ഇതിൽ ഈ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്തപ്പോൾ എക്സിൻ്റെ വാല്യൂ വീണ്ടും 89 ആയിട്ട് മാറി. പിന്നെ ഈ ഒരു ഓപ്പറേഷൻ ചെയ്തപ്പോൾ വൈയുടെ വാല്യൂ 93 ആയി മാറി. അപ്പോൾ ഈ സീരിയൽ ഷെഡ്യൂളിലും ഈ ഒരു സീരിയൽ ഷെഡ്യൂളിലും കണ്ടോ സെയിം വാല്യൂ ആണ് കിട്ടിയത്. ഫൈനലി എക്സിൻ്റെ വാല്യൂ എന്താണ്? ഫൈനൽ വാല്യൂ എക്സിൻ്റെ വാല്യൂ 89, ഇവിടെ 89, ഇതിൽ 93, ഇതിൽ 93. അപ്പോൾ രണ്ട് സീരിയൽ ഷെഡ്യൂൾ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് സെയിം വാല്യൂ കിട്ടി അല്ലേ? ഇനി നമ്മളൊരു നോൺ സീരിയൽ ചെയ്യാൻ പോവാണ്. നോൺ സീരിയൽ ഇവിടെ ഫസ്റ്റ് നമ്മൾ സീൽ എന്ന് പറഞ്ഞ ഷെഡ്യൂളാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 90, എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എൻ ചെയ്തു. പക്ഷേ ഡാറ്റാബേസിൽ അപ്ഡേഷൻ നടക്കണേക്കാട്ടി മുന്നേ നമ്മുടെ T2-ലത്തെ റീഡ് ഐറ്റം വന്നു. ഇതിൽ റൈറ്റ് ഐറ്റം വന്നാലല്ലേ ഡാറ്റാബേസ് അപ്ഡേഷൻ, പക്ഷെ അതിന് മുന്നേ എന്ത് വന്നു? T2 വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാറ്റാബേസിൽ ഇപ്പോൾ വാല്യൂ ചേഞ്ച് ആയിട്ടില്ല, പഴയ വാല്യൂ തന്നെ നിൽക്കുക 90. ആ 90 ആണ് ഇവർക്ക് കിട്ടുക. ഇത് നമ്മൾ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എം ചെയ്തു. അത് ചെയ്തപ്പോൾ 90 പ്ലസ് എമ്മിൻ്റെ വാല്യൂ എന്താ? 292 ആണ്. എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ 92 ആണ്. പക്ഷേ ഡാറ്റാബേസിൽ അപ്ഡേഷൻ ചെയ്തിട്ടില്ല, ഇപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നിന്നു. ഇനി അടുത്തെന്ന് നടക്കുന്നത് റൈറ്റ് ഐറ്റം ഓഫ് എക്സ് നടത്തി. റൈറ്റ് ഐറ്റം ചെയ്തപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇപ്പോഴാണ് എക്സിൻ്റെ വാല്യൂ മാറിയിട്ട് എന്തായി? 92 ആയി മാറി. അത് കഴിഞ്ഞ ശേഷം റീഡ് ഐറ്റം ഓഫ് വൈ ചെയ്തു. അപ്പോൾ 90 ആണ്, വൈയുടെ വാല്യൂ 90 ആണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം എന്താ വന്നത്? റൈറ്റ് ഐറ്റം ഓഫ് എക്സ് T2-ൽ. അപ്പോൾ എക്സ് റൈറ്റ് ചെയ്യുമ്പോൾ എന്താ റൈറ്റ് ചെയ്യുക? അവർ 92 തന്നെയാണ് അവർ റൈറ്റ് ചെയ്യുക. വീണ്ടും ഇവിടെ T1-ൽ വൈ ഈക്വൽ ടു വൈ പ്ലസ് എൻ റൈറ്റ് ഐറ്റം ഓഫ് വൈ ചെയ്തു 93 ആയി. അപ്പോൾ ഇതിൽ ഫൈനലി എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? എക്സിൻ്റെ വാല്യൂ ഫൈനലി എന്താ കിട്ടുന്നത്? ഇവിടെ നോക്കിയാൽ 92 ആണ്. T2 അല്ലേ ഫൈനലി എക്സ് റൈറ്റ് ചെയ്യുന്ന ആൾ. അപ്പോൾ T2-ൽ നോക്കി എക്സിൻ്റെ വാല്യൂ ഫൈനലി 92, വൈയുടെ വാല്യൂ എന്താണ്? 93 ആണ് കിട്ടി. അപ്പോൾ ഇതിൽ എക്സിൻ്റെ വാല്യൂ 92 കിട്ടി, വൈയുടെ വാല്യൂ 93 കിട്ടി. ഇനി നമ്മൾ ഇതേപോലെ ഈ ഷെഡ്യൂൾ ഡിയിൽ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യാൻ പോവാണ്. ഷെഡ്യൂൾ ഡിയിൽ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ ആദ്യത്തെ വാല്യൂ എക്സിൻ്റെ വാല്യൂ എന്താണ്? 90, എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എൻ ചെയ്തു. റൈറ്റ് ഐറ്റം ചെയ്തപ്പോൾ എക്സിൻ്റെ വാല്യൂ 87 ആയി മാറി. എന്നിട്ട് T2-ലോട്ടേക്ക് വന്നു. അപ്പോൾ ഈ എക്സ് ഏത് വാല്യൂ എടുക്കുക? ഈ 87 എടുക്കുക, കാരണം അപ്ഡേഷൻ നടത്തിയ വാല്യൂ എടുക്കുക. 87 എടുത്തു. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എം ചെയ്ത് റൈറ്റ് ഐറ്റം 89 ആയി മാറി. എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ 89 ആയി. വൈ ഈ പ്രോസസ്സ് ചെയ്തപ്പോൾ വൈയുടെ വാല്യൂ 93 കിട്ടി. അപ്പോൾ ഫൈനലി ഇപ്പോൾ എന്താ കിട്ടിയത്? ഫൈനൽ എക്സിൻ്റെ വാല്യൂ ആരും എഴുതിയത്? T2 ആണ്. അതിൻ്റെ വാല്യൂ എന്താണ്? 89. ഇതിൻ്റെ വാല്യൂ എന്താണ്? വൈയുടെ വാല്യൂ എന്താണ്? 93. ഇനി സീരിയൽ ഷെഡ്യൂൾ ചെയ്തപ്പോൾ എക്സിൻ്റെ വാല്യൂ 89ഉം വൈയുടെ വാല്യൂ 93 കിട്ടി. നോൺ സീരിയൽ ചെയ്തപ്പോൾ നോൺ സീരിയൽ ആയിട്ടുള്ള ഷെഡ്യൂൾ സി ചെയ്തപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടിയത്? 92ഉം വൈയുടെ വാല്യൂ 93 ആണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ ചെയ്തപ്പോഴും, അതായത് കൺകറന്റ് മാനറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ ചെയ്തപ്പോഴും സീരിയൽ ഷെഡ്യൂളിൻ്റെ സെയിം വാല്യൂ കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല, ഷെഡ്യൂൾ സിന് ഒരു വൈ മാത്രമേ ശരിയായിട്ടുള്ളൂ, എക്സ് തെറ്റായ വാല്യൂ കിട്ടിയത്. അപ്പം അതുകൊണ്ട് തന്നെ സി എന്തല്ല? സീരിയലൈസബിൾ ഷെഡ്യൂൾ അല്ല. സി ഇസ് നോട്ട് എ സീരിയലൈസബിൾ ഷെഡ്യൂൾ. ഇനി ഡി നോക്കിയേ. ഡിയിൽ ഫൈനലി നമുക്ക് കൺകറന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഷെഡ്യൂൾ നോക്കിയപ്പോൾ എക്സിൻ്റെ വാല്യൂ ഫൈനലി 89 കിട്ടി, വൈയുടെ വാല്യൂ 93 കിട്ടി. സീരിയലിൻ്റെ സെയിം ആൻസർ തന്നെ കൺകറന്റ്ലി എക്സിക്യൂട്ട് ചെയ്തപ്പോഴും കിട്ടി. അതുകൊണ്ട് തന്നെ ഷെഡ്യൂൾ ഡി എന്താണ്? സീരിയലൈസബിൾ ഷെഡ്യൂളാണ്. അപ്പോൾ എന്താണ് നമ്മൾ സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്? കൺകറന്റ് മാനറിൽ നമ്മളൊരു ഷെഡ്യൂൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് സീരിയൽ ഷെഡ്യൂളിൻ്റെ സെയിം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാലാണ് കൺകറന്റ് ഷെഡ്യൂളിന് എന്ത് പറയാൻ പറ്റുള്ളൂ? സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ ഈ സിയും ഡിയും കൺകറന്റ് മാനറിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. നോക്കുമ്പോൾ ഡിക്കാണ് സീരിയൽ ഷെഡ്യൂളിൻ്റെ സെയിം റിസൾട്ട് കിട്ടിയത്, സിക്ക് സീരിയൽ ഷെഡ്യൂളിൻ്റെ വാല്യൂ റിസൾട്ട് തെറ്റായ വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെഡ്യൂൾ ഡി സീരിയലൈസബിൾ ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ സി എന്താണ്? നോൺ സീരിയലൈസബിൾ ഷെഡ്യൂളാണ്. ഇതിനാണ് നമ്മൾ സീരിയലൈസബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് പറഞ്ഞത്. അടുത്തത് വരുന്നതാണ് ഇക്വാലൻസ്. അതായത് രണ്ട് ഷെഡ്യൂള് ഇക്വാലൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, രണ്ട് ഷെഡ്യൂൾ ഈക്വൽ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് കോൺസെപ്റ്റാണ് റിസൾട്ട് ഇക്വാലൻ്റ്. റിസൾട്ട് ഇക്വാലൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഷെഡ്യൂൾ റിസൾട്ട് ഇക്വാലൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ രണ്ട് ഷെഡ്യൂളിൻ്റെയും ഫൈനൽ റിസൾട്ട് സെയിം ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ഈ ഒരു എക്സാമ്പിളിൽ റീഡ് ഐറ്റം ഓഫ് എക്സിന് 100 കൊടുത്തു എന്ന് വിചാരിക്കുക. എക്സിൻ്റെ വാല്യൂ 100 ആണ്. ഷെഡ്യൂൾ 1-ൽ എക്സിൻ്റെ ഫൈനൽ വാല്യൂ എന്താ കിട്ടുക? 100 + 10 110. ഷെഡ്യൂൾ 2-ൽ എന്താ കിട്ടുക? 100 × 101 110. രണ്ടിലും സെയിം വാല്യൂ കിട്ടി. രണ്ടും സെയിം വാല്യൂ കിട്ടിയപ്പോൾ നമുക്ക് ഇത് റിസൾട്ട് ഇക്വാലൻ്റ് ആണെന്ന് മനസ്സിലായി. അതാണ് ഈ റിസൾട്ട് ഇക്വാലൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ പ്രോബ്ലം എന്താണ്? 100 കൊടുത്തപ്പോഴാണ് രണ്ടെണ്ണത്തിനും സെയിം വാല്യൂ കിട്ടിയത്. നിങ്ങൾ വേറെ വാല്യൂ കൊടുത്താൽ രണ്ടിലും 2 വാല്യൂ ആണ് കിട്ടുക.
അല്ലേ? 100 ആയതുകൊണ്ടാണ് രണ്ടിലും സെയിം വാല്യൂ കിട്ടിയത്. ഇത് വേറെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ രണ്ടും 2 അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് റിസൾട്ട് ഇക്വാലൻസ് വെച്ചിട്ട് 2 ഷെഡ്യൂൾ ഈക്വൽ ആണ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്താണ് റിസൾട്ട്? നമ്മൾ നോർമലി ഷെഡ്യൂൾ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് റിസൾട്ട് ഇക്വാലൻറ്റ്. പക്ഷേ റിസൾട്ട് ഇക്വാലൻറ്റ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും 2 ഷെഡ്യൂൾ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിലെ എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാവും. ആദ്യം 100 കൊടുത്തപ്പോൾ 2 ഷെഡ്യൂളും ഈക്വലായി, വേറെ വാല്യൂ കൊടുത്തപ്പോൾ രണ്ടും നോട്ട് ഈക്വലായി മാറി. അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് ഇക്വലൻസ് വെച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ റിസൾട്ട് ഇക്വലൻസ് നമുക്ക് അങ്ങനെ ഒരു റിസൾട്ട് ഇക്വലൻസ് വെച്ചിട്ട് നമുക്ക് 2 ഷെഡ്യൂൾ ഈക്വൽ അല്ല എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ വേറെ 2 കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇക്വലൻസ് ചെക്ക് ചെയ്യാനുള്ള വേറൊരു കോൺസെപ്റ്റാണ് കോൺഫ്ലിക്റ്റ് ഇക്വാലൻസും പിന്നെ വ്യൂ ഇക്വാലൻസും. ഓക്കെ, അപ്പോൾ റിസൾട്ട് ഇക്വാലൻറ്റ് വെച്ചിട്ട് 2 ഷെഡ്യൂൾ ഈക്വൽ ആണോ അല്ലേ എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇക്വാലൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 കോൺസെപ്റ്റാണ്. ഒന്ന് കോൺഫ്ലിക്റ്റ് ഇക്വാലൻസും രണ്ടാമത്തെ വ്യൂ ഇക്വാലൻസും. ഓക്കെ, അപ്പോൾ എന്താ കോൺഫ്ലിക്റ്റ് ഇക്വാലൻസ് എന്ന് നമുക്ക് നോക്കാം. എന്താ കോൺഫ്ലിക്റ്റ് ഇക്വാലൻസ്? എന്താ നോർമലി 2 ഓപ്പറേഷൻസ് എപ്പോഴാണ് കോൺഫ്ലിക്റ്റിംഗ് ആവുക എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 ഓപ്പറേഷൻസ് കോൺഫ്ലിക്റ്റിംഗ് ആവണം എന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് വരും. എന്താണ്? രണ്ടും സെയിം ഡാറ്റാബേസ് ആക്സസ് ചെയ്യണം, രണ്ടും ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് ആയിരിക്കണം, മൂന്നാമത്തെ കണ്ടീഷൻ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ റൈറ്റ് ആയിട്ടായിരിക്കണം. ഓക്കെ, അതാണ് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ. ഇനി നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. R1 of x, W2 of x രണ്ടും കോൺഫ്ലിക്റ്റിംഗ് ആണ്. എന്തുകൊണ്ടാണ്? കോൺഫ്ലിക്റ്റിങ്ങിൻ്റെ 3 കണ്ടീഷൻ എന്താ? ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? രണ്ടും സെയിം ഡാറ്റാബേസ് ആക്സസ് ചെയ്യണം. R1 of x W2 of x എക്സിനെയാണ് ആക്സസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? രണ്ടും ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് ആയിരിക്കണം. R1 രണ്ടാമത്തെ W2 ആണ്. അപ്പോൾ രണ്ടും 2 ട്രാൻസാക്ഷനായി. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ റൈറ്റ് ആയിരിക്കണം. ശരിയാണ്, ഇതിൽ W2 of x വരുന്നുണ്ട്. അപ്പോൾ R1 of x W2 of x എന്താണ്? കോൺഫ്ലിക്റ്റിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ് കോൺഫ്ലിക്റ്റ് ഇക്വാലൻസ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഷെഡ്യൂൾ 1ത്തെ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷനാണ് എന്ത്? R1 of x W2 of x. ഷെഡ്യൂൾ 2ലും ഉണ്ട് W2 of x R1 of x സെയിം കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. പക്ഷേ ഷെഡ്യൂൾ 1ൽ R1 of x കഴിഞ്ഞിട്ടാണ് W2 of x വരുന്നത്. ഷെഡ്യൂൾ 2ൽ W2 of x കഴിഞ്ഞിട്ടാണ് R1 of x വരുന്നത്. അല്ലേ? അതിൻ്റെ ഓർഡർ രണ്ടും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് കോൺഫ്ലിക്റ്റ് ഇക്വാലൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ 2 ഷെഡ്യൂള് കോൺഫ്ലിക്റ്റ് ഇക്വാലൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ 2 കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞതിൽ രണ്ടും 2 ഓർഡറിലാണ് എടുക്കുന്നത്. അപ്പോൾ അത് 2 ഷെഡ്യൂൾ എന്തല്ല? കോൺഫ്ലിക്റ്റ് ഇക്വാലൻ്റ് അല്ല. ഇനി അതല്ല, ഇപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ R1 of x ഉണ്ട്, അത് കഴിഞ്ഞ് W2 of x ഉണ്ട്. സെക്കൻഡ് ഷെഡ്യൂളിലും അതേ സെയിം ഓർഡറിലാണ് എടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുക. അതായത് R1 of x കഴിഞ്ഞിട്ടാണ് W2 of x വരുന്നതെന്ന് വെച്ചാൽ ആ രണ്ടും എന്തായി? കോൺഫ്ലിക്റ്റ് ഇക്വാലൻ്റ് ആയി. ഇതാണ് കോൺഫ്ലിക്റ്റ് ഇക്വാലൻസ് എന്ന് പറയുന്നത്. ഇനി ഈ കോൺഫ്ലിക്റ്റ് ഇക്വാലൻസിൽ വരുന്ന വേറൊരു കോൺസെപ്റ്റാണ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയും. അതായത് എപ്പോഴാണ് ഒരു ഷെഡ്യൂൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആവുക എന്നുള്ളത്. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. 2 ഷെഡ്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് ഷെഡ്യൂൾ എസും രണ്ടാമത്തെ ഷെഡ്യൂൾ എസ് ഡാഷും. അപ്പോൾ എസ് എന്ന് പറയുന്നത് ഒരു ഷെഡ്യൂളാണ്. എസ് ഡാഷ് എന്ന് പറയുന്നത് ഒരു സീരിയൽ ഷെഡ്യൂളാണ്. എസ് ഡാഷ് എന്താണ്? സീരിയൽ ഷെഡ്യൂളാണ്. അപ്പോൾ ഈ എസും എസ് ഡാഷും കോൺഫ്ലിക്റ്റ് ഇക്വാലൻ്റ് ആണ്. എസും എസ് ഡാഷും കോൺഫ്ലിക്റ്റ് ഇക്വാലൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അത് എസും എസ് ഡാഷും കോൺഫ്ലിക്റ്റ് ഇക്വാലൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എസ് എന്തായിരിക്കും? കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആയിരിക്കും ടു എസ് ഡാഷിലോട്ടേക്ക്. അതായത് എസ് എന്ന് പറഞ്ഞൊരു ഷെഡ്യൂളുണ്ട്, എസ് ഡാഷ് എന്ന് പറഞ്ഞ വേറൊരു ഷെഡ്യൂളുണ്ട്. എസ് ഡാഷ് എന്ന് പറയുന്നത് സീരിയൽ ഷെഡ്യൂളാണ്. അപ്പോൾ എസ് ഡാഷും എസും കോൺഫ്ലിക്റ്റ് ഇക്വാലൻ്റ് ആണ്. കോൺഫ്ലിക്റ്റ് ഇക്വാലൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എസ് എന്തായിരിക്കും? കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ 2 ഷെഡ്യൂള് കോൺഫ്ലിക്റ്റ് ഇക്വാലൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിലത്തെ മറ്റൊരു ഷെഡ്യൂൾ എന്തായിരിക്കും? കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആയിരിക്കും. അത് വലിയ യൂസ് വരുന്നില്ല. നിങ്ങൾ കോൺഫ്ലിക്റ്റ് ഇക്വാലൻസ് എന്താണെന്നുള്ളത് മെയിൻലി നോട്ട് ചെയ്താൽ മതി. പിന്നെ വരുന്നതാണ് വ്യൂ ഇക്വാലൻസ്. അതായത് എപ്പോഴാണ് 2 ഷെഡ്യൂൾ വ്യൂ ഇക്വാലൻ്റ് ആവും? അതിലത്തെ ഫസ്റ്റ് കണ്ടീഷൻ കണ്ടോ? ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് 2 ഷെഡ്യൂളിലും സെയിം ട്രാൻസാക്ഷൻ വരണം, സെയിം ഓപ്പറേഷൻസ് വരണം. 2 ഷെഡ്യൂളിലും സെയിം ട്രാൻസാക്ഷനും വരണം, സെയിം ഓപ്പറേഷനും വരണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്താ പറയണമെന്ന് വെച്ചാൽ ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത്, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കി, ഈ ഒരു എക്സാമ്പിളാണ്.
ഈ ഒരു എക്സാമ്പിൾ നോക്കിയും ഇത് നിങ്ങളിപ്പോൾ ഷെഡ്യൂൾ എയും ഷെഡ്യൂൾ ഡിയും വ്യൂ ഇക്വലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ അതിലത്തെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് പറയണമെന്ന് വെച്ചാൽ ഈ ഷെഡ്യൂൾ എയിലത്തെ ട്രാൻസാക്ഷൻ 2ൽ റീഡ് ഐറ്റം ഓഫ് എക്സ് ചെയ്യുന്നുണ്ട്. ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഏത് വാല്യൂ എടുക്കുന്നത്? ട്രാൻസാക്ഷൻ T1ത്തെ നമ്മളുടെ റൈറ്റ് ഐറ്റം എഴുതിയിട്ടുള്ള വാല്യൂ ആണ് ഈ ഒരു T2 എടുക്കുന്നത് അല്ലേ? അതായത് 87 എന്ന് പറഞ്ഞിട്ട് ഈ വാല്യൂ ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ T1 എഴുതിയിട്ടുള്ള സെയിം വാല്യൂ തന്നെയാണ് T2 എടുക്കുന്നത്. ഇനി നിങ്ങൾ ഷെഡ്യൂൾ ഡി നോക്കിയേ. ഷെഡ്യൂൾ ഡിയിൽ ട്രാൻസാക്ഷൻ T1 എഴുതിയിട്ടുള്ള വാല്യൂ, ട്രാൻസാക്ഷൻ T1 എഴുതിയിട്ടുള്ള റൈറ്റ് ഓഫ് എക്സ് തന്നെയാണ് T2 എടുക്കുന്നത് അല്ലേ? ഈ T1 എഴുതിയിട്ടുള്ള വാല്യൂ തന്നെയാണ് ആരെടുക്കുന്നത്? T2 എടുക്കുന്നത്. അപ്പോൾ അതെന്താണ്? വ്യൂ ഇക്വാലൻസ് ആണ്. അപ്പോൾ വ്യൂ ഇക്വാലൻസിന്റെ രണ്ടാമത്തെ കണ്ടീഷനാണ് അത്. അതായത് ഒരു ട്രാൻസാക്ഷനിൽ ഇപ്പോൾ ഈ ഷെഡ്യൂൾ എയും ഷെഡ്യൂൾ ഡിയും വ്യൂ ഇക്വാലൻസ് ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഷെഡ്യൂൾ എയിൽ ആരാണോ, ഷെഡ്യൂൾ എയിൽ ഇപ്പോൾ T2 ആരാ എഴുതിയത്? T2 പറഞ്ഞിട്ടുള്ള ഈ ട്രാൻസാക്ഷനത്തെ എക്സ് ആരാണ് എഴുതിയിട്ടുള്ളത്? T1 ആണ്. T1 റൈറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് T2 എടുത്തിട്ടുള്ളത്. ഷെഡ്യൂൾ ഡിയിലോ അതേപോലെ തന്നെ T1 റൈറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് T2 എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് വ്യൂ ഇക്വാലൻസ് ആയിരിക്കും. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഷെഡ്യൂൾ എ നോക്കിയേ. ഷെഡ്യൂൾ എയിൽ എക്സിൻ്റെ ലാസ്റ്റ് വാല്യൂ ആരാ റൈറ്റ് ചെയ്യുന്നത്? എക്സിൻ്റെ ലാസ്റ്റ് വാല്യൂ ആരാണ്? T2 ആണ് റൈറ്റ് ചെയ്യുന്നത് അല്ലേ? T2 ആണ് റൈറ്റ് ഐറ്റം എക്സ്. ലാസ്റ്റ് റൈറ്റ് ചെയ്യുന്നത് ആരാണ്? T2 ആണ്. ഇനി ഷെഡ്യൂൾ ഡിയിൽ ആരാ ലാസ്റ്റ് റൈറ്റ് ചെയ്യുന്നത് എക്സിൻ്റെ വാല്യൂ? T2 തന്നെയാണ് അല്ലേ? കാരണം ഇവിടെ T1 കഴിഞ്ഞ ശേഷമാണ് ഇവിടുത്തെ T2 വരുന്നത്. അപ്പോൾ റീഡായിട്ട് ഈ T2 തന്നെയാണ് ലാസ്റ്റ് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ഷെഡ്യൂളിലും ലാസ്റ്റ് റൈറ്റ് ചെയ്യുന്നത് സെയിം ട്രാൻസാക്ഷൻ ആണ്. അതാണ് വ്യൂ ഇക്വാലൻസിന്റെ മൂന്നാമത്തെ കണ്ടീഷൻ. അപ്പോൾ വ്യൂ ഇക്വാലൻസിന്റെ 3 കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഷെഡ്യൂൾ എയും ഷെഡ്യൂൾ ഡിയും വ്യൂ ഇക്വാലൻസ് ആവണം എന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ എയിലത്തെ സെയിം ട്രാൻസാക്ഷൻസ് തന്നെ ഷെഡ്യൂൾ ഡിയിൽ വരണം. ഷെഡ്യൂൾ എയിലത്തെ ട്രാൻസാക്ഷൻസിന്റെ സെയിം ഓപ്പറേഷൻസ് തന്നെ ഷെഡ്യൂൾ ഡിയിൽ വരണം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇതിൽ T2 എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷനിൽ എക്സ് റീഡ് ചെയ്യുന്ന വാല്യൂ എന്താണ്? T1 റൈറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. അതേപോലെ ഷെഡ്യൂൾ ഡിയിലും T2 പറയുന്നത് എന്താണ്? T1 റൈറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ T2 റീഡ് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ ലാസ്റ്റ് വാല്യൂ രണ്ട് ഷെഡ്യൂളും സെയിം ആളായിരിക്കും, സെയിം ട്രാൻസാക്ഷൻ ആണ് റൈറ്റ് ചെയ്യാൻ. ഇതിൽ എക്സ് ആരാ റൈറ്റ് ചെയ്തിട്ടുള്ളത്? ഫൈനൽ റൈറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? T2 ആണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഷെഡ്യൂൾ ഡിയിൽ ആരാ ലാസ്റ്റ് റൈറ്റ് ചെയ്തിട്ടുള്ളത്? T2 തന്നെയാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ രണ്ട് ഷെഡ്യൂളും വ്യൂ ഇക്വാലൻസ് ആണ് എന്ന് പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ക്യാരക്ടറൈസിങ് ഷെഡ്യൂളാണ്. എന്താണ് സീരിയൽ ഷെഡ്യൂൾ, എന്താണ് നോൺ സീരിയൽ ഷെഡ്യൂൾ, പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ് സീരിയലൈസബിൾ ഷെഡ്യൂൾ, പിന്നെ പറഞ്ഞത് എന്താണ് ഇക്വാലൻസ് ടെസ്റ്റ് ചെയ്യുക, അതായത് റിസൾട്ട് ഇക്വാലൻറ്റ്, കോൺഫ്ലിക്റ്റ് ഇക്വാലൻറ്റ്, വ്യൂ ഇക്വാലൻസ്, ഈ 3 ടോപ്പിക്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.